ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ മറ്റേ ഗൂഗിൾ ക്രോം ഉണ്ടല്ലോ, അതിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്തു വെക്കേണ്ട കുറച്ചല്ല ഒരു രണ്ട് സെറ്റിങ്സാണ്. ഈ രണ്ട് സെറ്റിങ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഫോണ് ഒന്ന് ഹാങ് ആയിക്കൊണ്ടിരിക്കും. രണ്ടാമത്തത്, നമ്മുടെ ഫോണിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഒരുപാട് സൈറ്റുകളുണ്ടല്ലോ, ഈ സൈറ്റുകളെല്ലാം ഒന്ന് സെക്യൂർ ആയിക്കോണം എന്നില്ല. പല സൈറ്റുകളും പല രീതിയിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ചോർത്താനായിട്ടുള്ള സൈറ്റ് ഉണ്ടാവും. അങ്ങനെ പല സൈറ്റുകളുണ്ടാവും. അപ്പോൾ നമ്മൾ സെക്യൂർ ആയിട്ടുള്ള സൈറ്റുകൾ അല്ലാത്തപ്പോൾ നമുക്ക് വാർണിംഗ് മെസ്സേജ് വരും. അപ്പോൾ അങ്ങനെ രണ്ട് ഓപ്ഷനാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും 21 ടാബാണ് ഓപ്പണായി കിടക്കുന്നത്. ഈ 21 ടാബ് ഓപ്പണായി കിടക്കുമ്പോൾ നമുക്കൊന്നും ആവശ്യമില്ലാത്ത ടാബായിരിക്കാം. ചിലപ്പോൾ വല്ല ആഡ്സിലും ക്ലിക്കായപ്പോൾ അങ്ങനെ ഓപ്പൺ ആയതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബേസിൽ ഓപ്പൺ ആയതായിരിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ എന്തൊക്കെയോ ഒരു ടാബുകളാണ്. ഇവിടെ നിന്ന് 61 വേറെ കിടക്കുന്നു, ഓപ്പണായിട്ട് ഇനാക്റ്റീവ് ആവാതെ കിടക്കണം. അപ്പോൾ ഇങ്ങനെ ടാബുകൾ കിടക്കുമ്പോൾ നമ്മുടെ ഫോണ് ഹാങ് ആയിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ പൊതുവേ കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ, ഇത് ബാക്ക് അടിച്ചപ്പോൾ കണ്ടോ ഒരു ഹാങ് ആവണേ. അപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാങ് ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ ടാബുകൾ, നമുക്ക് ആവശ്യമില്ലാത്ത ടാബുകൾ നമ്മൾ ഓരോന്നായിട്ട് ക്ലോസ് ചെയ്യാൻ നിൽക്കണം. പക്ഷെ അത് വീണ്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് സിമ്പിളായിട്ടത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ താഴെ വരുമ്പോൾ ടാബ്സ് എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ടാബ് ഗ്രൂപ്പ് ഓഫ് ദ ഡിവൈസ്, ഇത് കണ്ടോ, അതിന് മുകളിൽ ഇനാക്റ്റീവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ആഫ്റ്റർ 21 ഡേയ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനാക്റ്റീവ് ആവാനുള്ളത്. പക്ഷേ ഇനാക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്, ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ കാണിച്ചതല്ലേ, ഇനാക്റ്റീവായിട്ട് കുറച്ച് ടാബുകൾ കിടക്കുന്നത്. ആ ടാബുകൾ ഇനാക്റ്റീവായിട്ട് 61 ടാബ് ഇവിടെ ഇനാക്റ്റീവായി കിടക്കുന്നുണ്ട്, കണ്ടോ. ഈ 61 ടാബ് ഇനാക്റ്റീവായി അങ്ങനെ കിടക്കും, മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കതല്ല വേണ്ടത്, നമുക്കത് ക്ലോസ് ആയി പോകണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് ടാബ്സ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക. ഇതിൽ ഇനാക്റ്റീവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഇനാക്റ്റീവ് എന്നത് നമ്മൾ വളരെ കുറച്ച് സമയം കൊടുക്കുക, അതായത് ആഫ്റ്റർ 7 ഡേയ്സ്. ഈ 7 ഡേയ്സ് ആകുമ്പോൾ തന്നെ അത് ഇനാക്റ്റീവ് ആയിക്കോളും. പിന്നെ ഈ ലാസ്റ്റ് കാണുന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, 60 ഡേയ്സ്, ഇത് ഓണല്ല, അത് നമ്മൾ ഓണാക്കി വെക്കുക. ഈ ക്ലോസ് ആഫ്റ്റർ 60 ഡേയ്സ്, ഇത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ടാബ് 60 ദിവസം നമ്മൾ യൂസ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ അത് ക്ലോസ് ആയി പോയിക്കോളും. അപ്പോൾ അത്ര നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അതങ്ങനെ ക്ലോസ് ആവും. പിന്നെയുള്ള സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല സൈറ്റുകളിലും കയറിപ്പോകും. നമ്മൾ പല സൈറ്റുകളിലും കയറിപ്പോകുമ്പോൾ ആ സൈറ്റുകളൊന്നും സെക്യൂർ ആയിക്കോണമെന്നില്ല. നമ്മുടെ ഡാറ്റാസ് ചോർത്താൻ, നമ്മൾ ഹാക്ക് ചെയ്യാൻ, അങ്ങനെയൊക്കെ പല പരിപാടികൾ ചെയ്യാൻ നമ്മൾ പല സൈറ്റുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സൈറ്റുകളാണോ അല്ലേ എന്ന് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ, സൈറ്റുകൾക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വാർണിംഗ് തരും. ആ വാർണിംഗ് തരാനുള്ള ഒരു ഓപ്ഷനുണ്ട്, അത് ഓണാക്കാൻ നമ്മൾ ഈ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് ഇങ്ങനെ താഴെ വരിക. താഴെ വരുമ്പോൾ നമ്മൾ കുറച്ച് താഴെ വന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ എവിടെ ഇപ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ താഴെ വരുമ്പോൾ ഇത് കണ്ടോ, ആൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ, അത് ഓഫായി കിടക്കുകയാണ്. അതായത് അധികം പേരുടെ ഫോൺ ഇതിലും ഓഫായി കിടക്കുകയായിരിക്കും. അത് നമ്മൾ ആൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ ഓണാക്കി വെക്കുക. ഇങ്ങനെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ കയറുമ്പോൾ, ഏതെങ്കിലും സൈറ്റ് എന്നല്ല, നമുക്ക് സെക്യൂർ അല്ലാത്ത സൈറ്റാണെന്ന് ഉണ്ടെങ്കിൽ അത് കയറുമ്പോൾ നമുക്ക് വാർണിംഗ് തരും. ഈ ഒരു സൈറ്റ് സെക്യൂർ അല്ല, ഇതിൽ കയറണോ വേണ്ടേ എന്ന് നമുക്കൊരു വാർണിംഗ് തരും.
അപ്പോൾ നമുക്ക് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറിയാൽ മതി. അത്രയും കയറണമെന്ന് അത്രയും നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി. അപ്പോൾ സെക്യൂർ ആണെങ്കിൽ അപ്പോൾ നമുക്ക് ആ ടാബ് ക്ലോസ് ചെയ്യാനും ഒക്കെ ചെയ്യാൻ പറ്റും. അതിൽ നമ്മളെ ഡാറ്റ പേഴ്സണൽ വിവരങ്ങളൊന്നും കൊടുക്കാതിരിക്കാനും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സെക്യൂറാണ്, സേഫ്റ്റിയാണ്. അപ്പോൾ ഇതാണ് ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ടാവും, അപ്പോൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.